ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു വീട്ടുമുറ്റത്ത് നടന്ന ഫ്ലവർ ഷോ ആട്ടോ. നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവില്ലേ, വീട്ടുമുറ്റത്ത് ഫ്ലവർ ഷോയോ എന്ന്? അതെ, ഇതൊരു വീട്ടുമുറ്റത്ത് നടന്ന ഫ്ലവർ ഷോ ആണ്. സന്തോഷകരം എന്ന് പറയട്ടെ, ഞങ്ങളുടെ തന്നെ നാട്ടുകാരിയായിട്ടുള്ള ഒരു ചേച്ചിയുടെ വീട്ടിലാണ് ഈ ഒരു ഫ്ലവർ ഷോ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഷോ നടന്നത് കഴിഞ്ഞ ജനുവരി 1-ാം തീയതി മുതൽ ജനുവരി 6-ാം തീയതി വരെയായിരുന്നു. സങ്കടകരം എന്ന് പറയട്ടെ, ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഒരുപാട് വൈകിപ്പോയിട്ടോ. ലാസ്റ്റ് ഡേ ആണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം നിങ്ങളെ അറിയിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവസാന ദിവസം നമ്മൾ പോയിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഗാർഡന്റെ ഉടമ ആരാന്നും കൂടെ നിങ്ങൾക്ക് അറിയണ്ടേ. ഇത് ആനി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയുടെ വീടാണ്. അവിടെ ചേച്ചിയുടെ വീട്ടുമുറ്റത്ത് ചേച്ചി നടത്തിയിട്ടുള്ളൊരു ഫ്ലവർ ഷോയുടെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചിരുന്നത്. തൃശ്ശൂർ ജില്ലയിലെ അവിട്ടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആനി ചേച്ചിയുടെ ഗാർഡൻ ടൂർ വീഡിയോ ഇതിനു മുന്നും പലരും വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ അത് കാണുന്ന സമയത്ത് ഒരുപാട് കൊതിച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണണം, ആ ഒരു ഓർക്കിഡ് തോട്ടത്തിലൂടെയൊക്കെ നടക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എന്തോ നമുക്ക് അവിടെ പോകാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, വീടിൻ്റെ മുന്നിൽ കൂടെ നമ്മൾ റോഡിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഞാനെന്നില്ല എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വീടായിരുന്നു. കാരണം എപ്പോഴും അവിടുത്തെ ഓർക്കിഡുകളൊക്കെ നിറഞ്ഞ് പൂത്തിരിക്കുന്നുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ അതോടെ പാസ് ചെയ്ത് പോകുന്ന സമയത്തൊക്കെ വീട് ശ്രദ്ധിക്കാറുണ്ടായിരുന്നേ. അപ്പോൾ എപ്പോഴും കൊതിച്ച് അവിടെ പോയി ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വീടായിരുന്നു അത്. അപ്പം നമുക്ക് അതിനൊരു അവസരം കൂടിയായിരുന്നു അന്ന് ചേച്ചി വീട്ടുമുറ്റത്ത് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫ്ലവർ ഷോയിലൂടെ. ഈ ഒരു ഫ്ലവർ ഷോയുടെ അവസാന ദിവസം 6-ാം തീയതിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ ഓടിപ്പോയി അന്ന് വീഡിയോ എടുത്തതായിരുന്നു. അപ്പോൾ അന്ന് അന്വേഷിച്ചപ്പോഴാണ് പിന്നീട് അങ്ങോട്ടില്ല, അന്നത്തോടുകൂടി നിർത്തുക എന്ന് പറഞ്ഞപ്പോൾ സങ്കടവും ഉണ്ടായിരുന്നു, അതേസമയം ഞങ്ങൾക്ക് കാണാൻ പോയൊരു സന്തോഷവും ഉണ്ടായിരുന്നേ. പക്ഷേ എന്ത് തന്നെയായാലും നമ്മൾ പിന്നെ അന്ന് നിങ്ങളൊന്നും അറിയിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ഇത് ലേറ്റായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നേരത്തെ തന്നെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല, അന്ന് ഫ്ലവർ ഷോ കണ്ട അവസാനമായപ്പോൾ നമ്മൾ ആനി ചേച്ചിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കാൻ ഞങ്ങൾ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്നോ പിള്ളേരെ എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് ഒരു ദിവസം വീഡിയോ എടുക്കുന്നതായിരിക്കും. ചേച്ചിയുടെ ഓർക്കിഡുകൾക്കൊക്കെ കൊടുക്കുന്ന വളങ്ങളും കെയറുകളും എല്ലാം നമ്മൾ ചോദിച്ച് അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോയിൽ കാണുന്ന ഈ ഒരു സെക്ഷനിൽ ചേച്ചി വെച്ചിരുന്നതെല്ലാം തന്നെ മൊക്കാറയും അതുപോലെ വാണ്ട വിഭാഗത്തിൽപ്പെട്ട ഓർക്കിഡുകളായിരുന്നു കേട്ടോ. എല്ലാത്തിലും നന്നായിട്ട് പൂക്കളോട് കൂടിയതായിരുന്നേ. പിന്നെ ഞാനതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ചട്ടിയിലും 2 വീതം ചെടികൾ ചേച്ചി, ഇപ്പോൾ മൊക്കാറ വെച്ചിരിക്കുന്നതിലെല്ലാം തന്നെ 2 ചെടി വീതം ചേച്ചി ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഒരേ കളറോട് കൂടിയ 2 ചെടികൾ ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിൽ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാലും തൊട്ടടുത്തതിലും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും ചട്ടിയിലെല്ലാം ഏതെങ്കിലും ഒരു പ്ലാന്റിലെങ്കിലും എപ്പോഴും പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഈ രീതിയിൽ വെക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം കേട്ടോ. അപ്പം അത്രയ്ക്കും ചിന്തിച്ചൊക്കെയാണ് ചേച്ചി ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഫ്ലവർ ഷോ കാണാൻ പോയ സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്നറിയോ, ഓർക്കിഡുകളുടെ ടൈപ്പുകൾ കണ്ടതാട്ടോ. ഓർക്കിഡ് ടൈപ്പിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡെൻഡ്രോബിയം, ഫെലനോപ്സിസ്, അതുപോലെ മൊക്കാറ, ഓൺസിരിയം, ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ടൈപ്പുകൾ മാത്രമേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ലേ. പക്ഷെ അവിടെ ചെന്ന സമയത്ത് ഇതൊന്നുമല്ല, ഇതിലധികം ടൈപ്പുകൾ ഉണ്ടെന്നും അതിലെല്ലാം തന്നെ ആ എല്ലാ ടൈപ്പിലും അത്യാവശ്യം നല്ലൊരു വെറൈറ്റി കളക്ഷൻ ചേച്ചിയുടെ കയ്യിലുണ്ടെന്നുള്ളത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയേ. കാരണം അത്രയ്ക്കും പാഷനും ഡെഡിക്കേഷനുള്ള ഒരാൾക്ക് അങ്ങനെ കളക്ട് ചെയ്ത് വെക്കാനും അതിനൊക്കെ കെയർ ചെയ്യാനും പറ്റുമെന്നുള്ളതാണ്.
അതുപോലെ എടുത്ത് പറയേണ്ട ഒന്നാണ് ചെടികളെല്ലാം വെച്ചിരിക്കുന്ന ചെടിച്ചട്ടി കേട്ടോ. ചെടിച്ചട്ടികളും നല്ല ഭംഗിയിൽ പെയിൻറ്, ചുവപ്പ് കളറ് പെയിൻ്റൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ആ മുറ്റത്ത് ചെന്ന് ഈ ചെടികളും ഇതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു മനസ്സിന് കുളിർമ തോന്നുന്നുള്ളതാണ്. നല്ല ഭംഗിയിലാണ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ചേച്ചീനെ സഹായിക്കുന്ന മറ്റൊരാളെന്ന് പറയുന്നത് ചേച്ചീൻ്റെ ഭർത്താവ്. അപ്പോൾ ചേച്ചീൻ്റെ ഭർത്താവിൻ്റെ പിന്തുണ അത്രയ്ക്കും ചേച്ചിക്ക് കിട്ടുന്നതുകൊണ്ടാണ് ചേച്ചിക്ക് ഈ രീതിയിലൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതും എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ. ആനി ചേച്ചിയുടെ വീട്ടുമുറ്റത്ത് നടന്ന ഫ്ലവർ ഷോയുടെ ഫുൾ വീഡിയോ ആണിത്. നിങ്ങൾ തുടർന്നും കണ്ടു നോക്കുക. അപ്പോൾ കൂടുതൽ പരിപാലനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കന്ന് ചോദിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ഫ്ലവർ ഷോ നടത്തിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ പോയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. നിങ്ങൾ ഓർക്കിഡൊക്കെ നട്ട് വളർത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ട് ഓർക്കിഡ് ചെടിയെക്കുറിച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ തുടർന്ന് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും.